10th സ്റ്റാൻഡേർഡ് ബയോളജി യൂണിറ്റ് 1 ഇതിലെ പേജ് നമ്പർ 11 ഒരു ചോദ്യമുണ്ടായിരുന്നു. ഇത്രയും വലിയ DNA കുഞ്ഞു കോശങ്ങളിലെ ക്രോമോസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെ? അത് വിവരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. അതുപോലെ പേജ് നമ്പർ 12 ക്രോമാറ്റിൻ ജാലികയും ക്രോമോസോമും തമ്മിലുള്ള ബന്ധമെന്ത്? DNA-യുടെയും പ്രോട്ടീൻ്റെയും ഒരു സമുച്ചയമാണ് ക്രോമാറ്റിൻ ജാലിക എന്ന് പറഞ്ഞാൽ. ഇതിന് സാന്ദ്രത കുറവാണ്. എന്നാൽ കോശ വിഭജന സമയത്ത് ഇത് ചുരുളുകളാക്കി മടക്കി വീണ്ടും വീണ്ടും ചുരുളുകളാക്കി ഒതുക്കി വയ്ക്കുന്നു. DNA കെട്ടുപണിയാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. സാന്ദ്രത കൂടിയ ഈ രൂപത്തെ ക്രോമോസോം എന്ന് പറയുന്നു. അതായത് സാധാരണ അവസ്ഥയിൽ ന്യൂക്ലിയസിൽ ഇത് ക്രോമാറ്റിൻ ജാലികയായിട്ടാണ് കാണപ്പെടുക. ക്രോമാറ്റിൻ ജാലികയായിട്ടാണ് കാണപ്പെടുന്നത് സാധാരണ അവസ്ഥയിൽ. എന്നാൽ കോശ വിഭജന സമയത്താണ് അത് സാന്ദ്രത കൂടി അടുക്കി വെക്കുന്നത്. അപ്പോഴാണ് അത് ക്രോമോസോമായിട്ട് മാറുന്നത്. ചുരുളുകളാക്കി വെക്കുന്നതുകൊണ്ട് അതിന് സാന്ദ്രത കൂടി അത് ക്രോമോസോമായിട്ട് മാറുന്നു. അതുപോലെ മനുഷ്യരിൽ എത്ര ക്രോമോസോമുകളാണ് ഉള്ളത്, അവ എപ്രകാരമാണ് കാണപ്പെടുന്നത്, അത് വിവരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 15 പിതാവിൽ നിന്നുള്ള Y ക്രോമോസോമാണ് ലിംഗനിർണയത്തിന് പ്രധാനം. കണ്ടെത്തും. അത് സ്ത്രീകളിൽ സെക്സ് ക്രോമോസോം XX ആണ്. പുരുഷന്മാരിലെ സെക്സ് ക്രോമോസോം XY ആണ്. Y ക്രോമോസോം ഉള്ള ബീജസംയോഗം ആൺകുഞ്ഞ് ജനിക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ ജീനുകൾ എവിടെയാണ് കാണപ്പെടുന്നത്, അവ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ചിത്രീകരണം 1.5 വിവരണം എന്നിവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും. ജീൻ. DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതിനും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. അതായത് DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയെയാണ് ജീൻ എന്ന് പറയുന്നത്. DNA-യിൽ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. അതിലൊരു നിശ്ചിത ന്യൂക്ലിയോടൈഡിൻ്റെ ശ്രേണിയെ നമ്മൾ ജീൻ എന്ന് പറയും. അപ്പോൾ ഒരുപാട് ജീനുകളും ഉണ്ടാവും. ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. അപ്പോൾ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ജീനുകളാണ്. അങ്ങനെ നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും അതുപോലെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ, ശാരീരിക പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതും. പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡിനും നിർണായക പങ്കുണ്ട്. RNA തന്മാത്രയുടെ ഘടന, സവിശേഷതകൾ എന്നിവ വിശകലനം ചെയ്ത് 1.6 വിവരണം എന്നിവ വിശകലനം ചെയ്ത് ധാരണ കൈവരിക്കും. RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA-യെ പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. DNA-യെ പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. പക്ഷെ RNA-ക്ക് ഒരൊറ്റ ഇഴയേ ഉണ്ടാവും, ഒരൊറ്റ ഇഴ മാത്രം. പിന്നെ നൈട്രജൻ ബേസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ടാവും. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അതായത് ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു പഞ്ചസാര ഉണ്ടായിരിക്കും, ഒരു റൈബോസ് പഞ്ചസാര, അതുപോലെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അഡിനിൻ, ഗാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്നിവയാണ് RNA-യിലെ നൈട്രജൻ ബേസുകൾ. RNA-യിലെ നൈട്രജൻ ബേസുകൾ DNA-യിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത്
ഇവിടെ യുറാസിൽ എന്ന ഒരു നൈട്രജൻ ബേസ് കാണും. DNA-യിൽ അഡിനിൻ തൈമിൻ ആണ് ഉള്ളത്. അതിന് പകരം തൈമിന് പകരം RNA-യിലെ യുറാസിലാണ് കാണുന്നത്. DNA-യിലെ തൈമിനും RNA-യിലെ യുറാസിൽ ആണ്. അതാണ് വ്യത്യാസം. DNA-യിലെ തൈമിൻ DNA-യിൽ മാത്രമാണ് കാണപ്പെടുക. അതേസമയം യുറാസിൽ RNA-യിൽ മാത്രമാണ് കാണപ്പെടുക. RNA-യിലെ നൈട്രജൻ ബേസുകൾ മിക്ക RNA-യിലും ഒരു ഇഴയാണുള്ളത്. RNA-യിൽ ഒരു ഇഴ മാത്രമേ ഉള്ളൂ. ഇതാണ് RNA-യും DNA-യും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. RNA-യിൽ നൈട്രജൻ ബേസ് അഡിനിൻ തൈമിൻ യുറാസിൽ സൈറ്റോസിനാണ്. DNA-യിൽ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിനാണ്. പിന്നെ RNA-യിൽ ഒരു ഒറ്റ ഇഴ മാത്രമേ ഉള്ളൂ. പിന്നെ RNA-യിൽ റൈബോസ് പഞ്ചസാരയാണ്. DNA-യിൽ ഡിയോക്സി റൈബോസ് ഷുഗറാണ്. DNA-യിൽ ഡിയോക്സി റൈബോസ് ഷുഗർ, RNA-യിൽ റൈബോസ് ഷുഗർ. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. RNA-യുടെ ഘടന മനസ്സിലാക്കിയല്ലോ. ഇതിനെ DNA-യുടെ ഘടനയുമായി താരതമ്യം ചെയ്ത് പട്ടിക ഒന്ന് പൂർത്തിയാക്കുക. ഇഴകളുടെ എണ്ണം DNA-യിൽ 2ആണ്, RNA-യിൽ 1ആണ്. പഞ്ചസാര തന്മാത്രയുടെ തരം DNA-യിൽ ഡിയോക്സി റൈബോസ് ഷുഗറാണ്, RNA-യിൽ റൈബോസ് ഷുഗറാണ്. നൈട്രജൻ ബേസുകൾ DNA-യിൽ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ. ഇത് RNA-യിൽ അഡിനിൻ ഗ്വാനിൻ യുറാസിൽ സൈറ്റോസിൻ. 10th സ്റ്റാൻഡേർഡ് ബയോളജി യൂണിറ്റ് 1. ഒരു ചോദ്യം: സ്ത്രീയുടെയും പുരുഷന്റെയും ജനിതക ഘടന നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അത് നിരീക്ഷിച്ച് പട്ടിക 1 പൂർത്തിയാക്കൂ. പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് സ്ത്രീ, പുരുഷൻ എന്നിവരിലെ ക്രോമോസോം സാമ്യ വ്യത്യാസങ്ങളെപ്പറ്റി നിഗമനം രൂപീകരിക്കൂ. അപ്പോൾ പട്ടിക പൂർത്തിയാക്കിയാൽ മാത്രം പോരാ. പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ക്രോമോസോം സാമ്യ വ്യത്യാസങ്ങളെപ്പറ്റി നിഗമനം എഴുതാനും കൂടിയുണ്ട്. അപ്പോൾ സ്ത്രീയുടെ ജനിതക ഘടന 44+XX ആണ്. അതുപോലെ പുരുഷൻ്റെത് 44+XY ആണ്. സ്ത്രീയിൽ ആകെ ക്രോമോസോമുകളുടെ എണ്ണം 46ആണ്. പുരുഷന്മാരിലും ആകെ ക്രോമോസോമുകളുടെ എണ്ണം 46ആണ്. സ്ത്രീയിൽ സ്വരൂപ ക്രോമോസോമുകളുടെ എണ്ണം 44ആണ്. പുരുഷനിലും സ്വരൂപ ക്രോമോസോമുകളുടെ എണ്ണം 44ആണ്. സ്ത്രീയിൽ ലിംഗനിർണയ ക്രോമോസോമുകളുടെ എണ്ണവും തരവും. ലിംഗനിർണയ ക്രോമോസോമുകൾ 2 എണ്ണാണുള്ളത്. അതിൽ XX ആണ് രണ്ടും. പുരുഷനിൽ ലിംഗനിർണയ ക്രോമോസോം 2 എണ്ണം തന്നെയാണുള്ളത്, പക്ഷേ XY ആണ്. അപ്പോൾ നിഗമനം: സ്ത്രീകളിലും പുരുഷന്മാരിലും ക്രോമോസോമുകളുടെ എണ്ണം തുല്യമാണ്, അതായത് 46. സ്ത്രീകളിലും പുരുഷന്മാരിലും സ്വരൂപ ക്രോമോസോമുകൾ 44ആണ് ഉള്ളത്. സ്ത്രീകളിലും പുരുഷന്മാരിലും 2 ലിംഗനിർണയ ക്രോമോസോമുകളാണ് ഉള്ളത്. സ്ത്രീകളിൽ ലിംഗനിർണയ ക്രോമോസോം XX ആണെങ്കിൽ പുരുഷന്മാരിൽ അത് XY ആണെന്ന വ്യത്യാസം ഉണ്ട്. ഇതാണ് നിഗമനം. വേറൊരു ചോദ്യം: പുംബീജത്തിന്റെ ജനിതക ഘടന ഏത്? അതിൽ 3 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 44+X, 22+XX, 44+X, 22+Y. അപ്പോൾ ഇത് പുംബീജത്തിൻ്റെ ജനിതക ഘടനയാണ് ചോദിക്കുന്നത്. അതായത് പുംബീജത്തിൻ്റെ ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രോമോസോം
പകുതിയായി വിഭജിക്കുന്നുണ്ട്. ബീജകോശങ്ങളിൽ ക്രോമസോമുകളുടെ എണ്ണം പകുതിയാവും. അപ്പോൾ ഒരു ബീജകോശത്തിൽ ഉണ്ടാകുന്ന ഒരു ബീജകോശത്തിൻ്റെ ജനിതക ഘടന ഈ 44 എന്നുള്ളത് 22 ആവും. പുംബീജമായതുകൊണ്ടാണ്. അതായത് പുംബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പകുതിയാവും. 22 പ്ലസ് വൈ ആവും. 22 പ്ലസ് വൈ. ഇതാണ് പുംബീജത്തിൻ്റെ ജനിതക ഘടന. ഗാമീറ്റ് ഉണ്ടാകുമ്പോൾ പകുതിയും ആവും എന്നുള്ളതാണ് എൻ്റെ രീതി. ചുവടെ നൽകിയിരിക്കുന്ന ജനിതക ഘടന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 44 പ്ലസ് XX സ്വരൂപ ക്രോമോസോമുകൾ എത്ര? ഇതിൽ സ്വരൂപ ക്രോമോസോമുകൾ എത്ര എണ്ണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ സ്വരൂപ ക്രോമോസോമുകൾ 44 എണ്ണാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ ജനിതക ഘടനയുള്ള വ്യക്തി ആണോ പെണ്ണോ, എന്തുകൊണ്ട്? 44 പ്ലസ് XX ആണെങ്കിൽ ആണാണോ പെണ്ണാണോ എന്നാണ് ചോദ്യം. അപ്പോൾ അത് സ്ത്രീയാണ് എന്ന് നമുക്കറിയാം. കാരണം XX ആണ്. അപ്പോൾ കാരണം എഴുതാനുണ്ട്. സെക്സ് ക്രോമോസോം XX വരുന്നത് സ്ത്രീയിലാണ്. ആണാവാൻ വൈയുടെ സാന്നിധ്യം വേണം. അതാണ് കാരണം. ഒരു ചോദ്യം, മനുഷ്യനിലെ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ സ്ത്രീ 44 പ്ലസ് XX, പുരുഷൻ 44 പ്ലസ് XY. ഇവിടെ ഗാമീറ്റ് ഉണ്ടാകുമ്പോൾ, അതായത് ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ 44 നേർ പകുതിയാവും, 22 ആവും. ഈ XX എന്നുള്ള രണ്ട് ക്രോമസോമില് ഒരു X മാത്രം വരും. അതായത് ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ പകുതിയാകുന്നു എന്നർത്ഥം. പിന്നെ പുരുഷന്മാരിൽ അതുപോലെ 44 എന്നുള്ളത് ബീജകോശം ഉണ്ടാകുമ്പോൾ 22 ആവും. 22 പിന്നെ XYയിൽ ഉള്ള 1 ഇവിടെ വരും, 22 പ്ലസ് X ആവും. പിന്നെ ഇവിടെ ഒരു വൈ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ, ബാക്കിയുള്ള 22ഉം ഈ വൈയും ചേർന്നിട്ട് ഇവിടെ വേറെ ഒരു ഗാമീറ്റ് ഉണ്ടാവും, 22 പ്ലസ് വൈ ആവും. ഇവിടെയും അതുപോലെ തന്നെ 22 പ്ലസ് X ഒന്ന് എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവും. 22 പ്ലസ് X എന്നുള്ള ഒന്നും കൂടി ഉണ്ടാവും. അത് പിന്നെ 22 പ്ലസ് X തന്നെ ആയതുകൊണ്ട് എഴുതാതിരുന്നതാണ്. ഇവിടെ ഒന്നേയുള്ളൂ പൂരിപ്പിക്കാൻ. ഇനി ഇവിടെ ഉള്ളതാണ് പൂരിപ്പിക്കേണ്ടത്. ചില സമയത്ത് ഇവിടെ ഉള്ളത് പൂരിപ്പിക്കാൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇത് പകുതി 22 എന്ന് എഴുതണം. അതുപോലെ XX 1 എഴുതാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും പാടെ ചേർന്നാൽ എന്താവുന്നതാണ്? ഈ ബീജകോശം ഇതായിട്ടും ചേരും, ഇതായിട്ടും ചേരും. ഇത് ആയിട്ട് ചേരുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇതായിട്ട് ചേരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ചേർന്നാൽ എന്താവും? ഇതും ചേർന്നാൽ 22 44 XX വരും. 44 XX എന്ന് പറഞ്ഞാൽ പിന്നെ സ്ത്രീ, അതായത് പെൺകുഞ്ഞായിരിക്കുന്ന അർത്ഥം. ഇവിടെ ഇതും ചേർന്നാൽ 22 44 XY എന്ന് വരും. അപ്പോൾ ഇത് ആൺകുഞ്ഞ്. ഇവിടെ ഇത് തന്നെയാണുള്ളത്. 1, 2 എന്നിവ ഉചിതമായി പൂരിപ്പിക്കുക. അതായത് 1, 2 ഇത് ഉചിതമായി പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 22 എന്നുള്ളത് 22 44 XX, ഇവിടെ 44 XY. പിന്നെ 44 എന്ന സംഖ്യ ഏതു തരം ക്രോമസോമിനെ സൂചിപ്പിക്കുന്നു? 44 എന്ന സംഖ്യ സ്വരൂപ ക്രോമസോമിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം അതിൽ തന്നെയാണ്. കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നതിലെ ജനിതക രഹസ്യം എന്ത്? അതാണ് ചോദ്യം. കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് നിർണയിക്കുന്നത് പിതാവിൽ നിന്നുള്ള XY ക്രോമസോമുകളാണ്.
44+XX വന്നാൽ പെൺകുട്ടിയും 44+XY വന്നാൽ ആൺകുട്ടിയും ആയിരിക്കും. ഒരു ചോദ്യം, മനുഷ്യരിൽ സ്ത്രീ പുരുഷ അനുപാതം 1:1 ആണ്. കാരണം ഇവിടെ ചോദ്യം ഇതാണ്. ചോദ്യം ഒന്ന് വായിക്കാം. മനുഷ്യനിലെ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നേരത്തെ ഉള്ളതുപോലെ തന്നെ വേറൊരു ചോദ്യമാണിത്. ഇവിടെ സ്ത്രീ 44+XX, അതെപ്പോഴും അത് തന്നെയായിരിക്കും. സ്ത്രീ 44+XX ആയിരിക്കും. 44+XY പുരുഷൻ. സ്ത്രീയിൽ നിന്ന് ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ എന്താണ് വരിക? ഈ ഒന്നാമത്തത് നമ്മൾ പൂരിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇത് പകുതിയായിത്തീരും. 44 എന്നുള്ളത് 22ഉം XX എന്നുള്ളത് X ആയിട്ട് മാറും. അപ്പം 22X എന്നാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഇവിടെ പുരുഷനിൽ നിന്നുള്ള ബീജകോശങ്ങൾ ഇവിടെ 22+X എന്ന് അവർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പൂരിപ്പിക്കണം. 22+X ആണ് ഇവിടെ വരിക. പിന്നെ ഇവിടെ ഒരു y കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ബാക്കിയുള്ള 22ഉം ഈ വൈയും. അപ്പോൾ 22+Y എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഈ ബീജകോശങ്ങൾ സ്ത്രീ ബീജവും പുരുഷ ബീജവും തമ്മിൽ സംയോജിച്ചാൽ ഇവിടെ നമുക്കറിയാം 22+X ആണെന്ന് നമുക്കറിയാം. ഇവിടെ അത് എഴുതി കഴിയുമ്പോൾ നമ്മൾ അതും ആ ബീജകോശം ഈ കോശവും തമ്മിൽ സംയോജിക്കും. അപ്പോഴുണ്ടാകുന്ന കുഞ്ഞ്, അതായത് 22 ചേർന്നിട്ട് 44 ആവും. 44 ഇവിടെ ഒരു X ആണ് ഉള്ളത്. അപ്പോൾ ആ Xും ഈ Xും ചേർന്നിട്ട് 44XX എന്നാവും. അപ്പോൾ പെൺകുഞ്ഞായി മാറും. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ഈ സ്ത്രീ ബീജം, അതായത് 22X എന്നുള്ള ഈ ബീജകോശവും അതുപോലെ ഇവിടെ പുരുഷനിലെ 22Y എന്ന ബീജകോശവും സംയോജിച്ചാൽ 22 44XY എന്ന് വരും. അതായത് ഇവിടെ 44XY എന്ന് വരും. ആ കുഞ്ഞ് വൈയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ആൺകുഞ്ഞായിരിക്കും. അപ്പോൾ അതാണ് പൂരിപ്പിക്കാൻ പറഞ്ഞത്. ഇവിടെ അതാണ് കൊടുത്തിരിക്കുന്നത്. 1 പൂരിപ്പിക്കണം, 1 ഇത്, 2 ഇത് പൂരിപ്പിക്കണം, 3 ഇത് പൂരിപ്പിക്കണം, 4 ഇത് പൂരിപ്പിക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പിന്നെ മനുഷ്യനിൽ സ്ത്രീ പുരുഷ അനുപാതം ഏകദേശം 1:1 ആണ്. ഈ ചിത്രീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് നിങ്ങൾ എന്ത് വിശദീകരണം നൽകും? അതായത് ഇവിടെ 1:1 ആണല്ലോ വന്നത്, ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് വിശദീകരണം നൽകാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. മനുഷ്യരിൽ സ്ത്രീ പുരുഷാനുപാതം 1:1 ആണ്. കാരണം ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീയിലെ XX ക്രോമസോമും പുരുഷനിലെ XY ക്രോമസോമും വേർപിരിയുന്നു. പുനഃസംയോജനം നടക്കുമ്പോൾ XX, XY, XX, XY എന്നിങ്ങനെ കൂടിച്ചേരുന്നു. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ വേർപിരിയും. സ്ത്രീയിലെ ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രോമസോം വേർപിരിയും. 22+X ആയിട്ട് മാറും. ഇവിടെ 22+X, 22+Y വരും.
ഇത് കൂടിച്ചേരുമ്പോൾ, ഈ ബീജകോശങ്ങൾ കൂടിച്ചേരുമ്പോൾ 44XX ഇവിടെ 44XY വരും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വേർപിരിയുന്നു. പുനഃസംയോജനം നടക്കുമ്പോൾ, അതായത് ഇങ്ങനെ പുനഃസംയോജനം നടക്കുമ്പോൾ XX, XY, XX, XY എന്നിങ്ങനെ കൂടിച്ചേരുന്നു. അതായത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 22X, ഇവിടെ വേറെ ഒരു 22X കൂടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇവിടെ വേറെ ഒരു ഇവിടെ ഒന്നുകൂടെ വരുമല്ലോ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു 22X കൂടെ വന്നിക്കാണെങ്കിൽ ഇവിടെ ഇതിനോട് യോജിക്കുമ്പോൾ, ആ 22X ഇതിനോട് യോജിക്കുമ്പോൾ 44XX ആവും. പിന്നെ ആ 22X ഇതിനോട് യോജിക്കുമ്പോൾ 44XY ആവും. അപ്പോൾ 1:1 തന്നെയാണ് അനുപാതം. പുനഃസംയോജനം നടക്കുമ്പോൾ XX, XY, XX, XY എന്നിങ്ങനെ കൂടിച്ചേരുന്നു. XX സ്ത്രീയും XY പുരുഷനുമാണ്. അനുപാതം 2:2 = 1:1.